ഇപ്പൊ മാമി സപ്പോർട്ടൊക്കെ ആശി നിൽക്കുന്ന കണ്ടോ. ഇത് നമ്മുടെ ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റിലെ നഴ്സറിയിലാണ് അലിക്കാക്കാന്റെ. ഇത് നമ്മൾക്കിപ്പോ ഇനിയിപ്പോ ജൂണിലെ കട്ടിയുള്ളൂ. ജൂണിൽ കട്ടിയുമ്പോഴേക്കും ഒരു 1/2 കിലോ വെച്ച് വരും സർപ്പോട്ട. നമുക്കൊരു 2 കിലോ 1.5 കിലോ 2 കിലോ വെയിറ്റ് വരും സർപ്പോട്ട. ഇപ്പൊ നമ്മൾക്ക് കട്ട് ചെയ്യുമ്പോൾ ഇനി മഴക്കാലത്ത് കട്ട് ചെയ്യുമ്പോൾ ഈ കായെല്ലാം നിൽക്കും, കൊഴിയില്ല, കൂടുതലും കൊഴിയില്ല. അത്യാവശ്യം 1.5 കൊഴിഞ്ഞാലും എന്നാലും 10, 20, 25 കായ് വെച്ചിട്ടുണ്ടാവും. ഓരോ ഇതിലും 20, 10, 15 അത് ഓരോരോ ബ്രാഞ്ചിനനുസരിച്ചിട്ട് വലിപ്പം വരും, അല്ല മറ്റേ കായ്കൾ കൂടുതൽ വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ തൈകൾ ചോദിച്ചിട്ട് കൊടുക്കാൻ ഇപ്പൊ സമയത്ത് നമുക്ക് പറ്റുക. നമുക്ക് സീഡ് മാത്രമേ ഉള്ളൂ, ഇനി ജൂണിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ കട്ട് ചെയ്യില്ല, വേര് പിടിച്ച് കിടക്കുന്നുണ്ട്, ഇപ്പൊ കട്ട് ചെയ്യില്ല. എന്തായാലും അതിന്റെ ചെറിയ തൈകളല്ലേ? അത് ഉണങ്ങിയതാ. ഇപ്പൊ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നോക്കിയത്, അത് ഉണങ്ങിപ്പോയി. ഈ ചൂട് കൂടുതലല്ലേ, അപ്പൊ അതുകൊണ്ട് ഉണങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കട്ട് ചെയ്യണല്ലോ എന്തായാലും. അപ്പൊ മാമി സപ്പോർട്ടിന്റെ തൈകൾ നമുക്ക് ചോദിച്ചാൽ കൊടുക്കാനുണ്ടാവും ഇവിടെ. സാധാ സീഡിന്റെ ഉണ്ട്. ഇനി ലെയർ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ജൂണിലാണ്, ജൂൺ മാസം ആകുമ്പോൾ കിട്ടും. ജൂൺ മാസത്തിലേ കട്ട് ചെയ്യുള്ളൂ. അപ്പൊ മാമി സപ്പോർട്ടാണ്ടോ നിറയെ കാശ് നിൽക്കുന്ന മരം ഇപ്പൊ നമ്മൾ കാണിച്ച്. ഇതിന്റെ ലെയർ തൈകൾ ജൂണിലൊക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആവട്ടോ. ആവശ്യക്കാർ ഈ വീഡിയോയിൽ കൊടുത്തുള്ള നമ്പർ അതെല്ലാം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം ലെയർ ചെയ്ത് വെച്ചതാ. കംപ്ലീറ്റ് കൊമ്പുകളും ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ വലിയ കൊമ്പുകൾ, ചെറുതൊന്നുമില്ല. ചെറുതൊന്നും ചെയ്യില്ല. നമ്മളത് ഈ കായോടെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ലെയർ ചെയ്തെടുക്കുമ്പോൾ നിറയെ കായും ഉണ്ടാവും. മഴക്കാലത്ത് ലെയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കായ് കൊഴിഞ്ഞു പോയില്ല, കൂടുതലും കൊഴിഞ്ഞു പോയില്ല. എന്തായാലും ആ കായ് അങ്ങനെ തന്നെ നിൽക്കും. അതിലൊക്കെ ഒരു 300-400 ഗ്രാം വെയിറ്റ് വന്നിട്ടുണ്ട്. ഇനി അത് 1.5-2 കിലോ വെച്ച് വെയിറ്റ് വരും കഷ്ടിച്ച്. ഇപ്പൊ കട്ട് ചെയ്ത് ഉണങ്ങിയാണ്. അപ്പൊ അത് ഇപ്പൊ കട്ട് ചെയ്യില്ല. ഇത് നമ്മൾക്ക് ആലത്തൂര് തോണിപ്പാടം ഏറ്റവും ലാസ്റ്റ് തോടുകാട് ചാലുംപുള്ളി എന്ന് പറയും. അവിടെയാണ് ഇപ്പൊ നമുക്ക് ഇതൊരു തോട്ടം നേഴ്സറിയും കൂടിയിട്ടുള്ള നേഴ്സറി തനിയെ നമുക്ക് വേറെ ഉണ്ട്, ഒരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് പരിചയപ്പെടാം. മാവിന്റെ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മളിത് ഏറ്റവും കൂടുതൽ വലിയ പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റുകൾ നമുക്ക് മാവുണ്ട്, എല്ലാ വെറൈറ്റിന്റെയും വലിയ പ്ലാന്റ് ഉണ്ട്. പക്ഷെ മാവുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അതിന്റെ മറ്റു ചില പ്ലാന്റുകൾ എല്ലാ പ്ലാന്റുകളും നമുക്കുണ്ട്, നിലവിലുണ്ട്. ഗോഹാല ലോങ്ങൻ ഇതിന്റെ നമുക്ക് ഇതല്ല, ഒരുപാട് റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ കായ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതാ. ഇതൊക്കെ റീപോർട്ട് ചെയ്യേണ്ടതാ. ഇതെല്ലാം റീപോർട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ റീപോർട്ട് ചെയ്ത് വെച്ചതാ. ഇതിപ്പോ കുറച്ചായിട്ടുള്ളൂ. ഒരു 10-500 പ്ലാന്റുകളും ഉണ്ട് നമുക്ക് ഗോഹാലിന്റെ. ഇതൊക്കെ നമുക്ക് മാവിന്റെ വെറൈറ്റികളാണ്. മാവിന്റെ എത്ര വെറൈറ്റീസ് ഉണ്ട്? നമുക്ക് ഒരു 10-100 വെറൈറ്റിയോളം കാണും, രണ്ടോടത്തും കൂടിയിട്ട്. ഇത് നമുക്ക് തായ്ക്കിങ് ഞാവല. ഫ്രൂട്ട് വന്നിട്ടല്ലേ? ഇതൊക്കെ ഫ്രൂട്ട് തരാന്ന് പറഞ്ഞാൽ 2 വർഷത്തോളമായി. 2 വർഷത്തോളം ഇത് ആവണുള്ളൂ. ബ്ലാക്കിൽ വരും പഴം. ഇതുണ്ട്, ഇതൊക്കെ തന്നെ. ഇതൊക്കെ കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത മാസം ഒന്നും കൂടി അടുത്ത മാസം പൂക്കും. ഇതൊക്കെ ഒരു 3-4 വർഷമായ പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് ചുപ്പ പറയുന്ന ഒരു ഇതാണ്, പ്ലാന്റാണ്. ചുപ്പ എന്ന് പറയും. മേമി സർപ്പോട്ടിന്റെ വേറൊരു ടൈപ്പാണ്. മേമി സർപ്പോട്ട നീളത്തിൽ ഇത് ഉരുണ്ടിട്ടാണ് വരുന്നത്. ഒരു ചുപ്പ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ്. ഇതൊക്കെ മേമി സർപ്പോട്ട് തന്നെയാണ്. മേമി സർപ്പോട്ട നമുക്ക് പല ഇതിലും ഉണ്ട്. ഇതെല്ലാം നമുക്ക് സൂപ്പർ ക്യൂവിന്റെ വെറൈറ്റി. ജംബോ റെഡ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സൂപ്പർ ക്യൂ ഉണ്ട്, യുവാൻ, ഗോലക്സ്. മാവുകളുടെ നല്ല വെറൈറ്റീസ് ഉണ്ടല്ലേ? നല്ല നല്ല പ്ലാന്റുകൾ ഉണ്ട്. അതെ. ഇതെല്ലാം നമുക്ക് ജംബോ റെഡിന്റെ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഫ്ലവറും ഫ്രൂട്ടും വന്നിട്ടുണ്ടായിരുന്നോ? ഇതെല്ലാം ഇപ്പൊ കഴിഞ്ഞു. ജംബോ റെഡ് നമുക്ക് ഈ പ്രാവശ്യമാണ് ഫ്ലവർ വന്നത്. പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോയി. പാലക്കാട് ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മളിപ്പോ അതിന് നിർത്തൂല, വെള്ളം കൂടുതൽ അടിച്ചു വിടും. അപ്പൊ അതുകൊണ്ട് പൂക്കൾ ശരിക്കും കായ് പിടിക്കില്ല. കായ് പിടിക്കേണ്ട വേണ്ടിയിട്ടാണ് അടിച്ചു വിടുന്നത് തന്നെ. ഇപ്പൊ കായ് പിടിച്ചിട്ട് കാര്യമില്ല, കുറച്ചും കൂടി പ്ലാന്റ് വളരട്ടെ വേണ്ടേ. അതൊക്കെ ജംബോ റെഡ് തന്നെയാണ്. ഗ്രൂമി ചാമ്പ എല്ലാം കാച്ച പ്ലാന്റുകളാണ്. ഗ്രൂമി ചാമ്പ കാഴ്ച ഉണ്ടായിരുന്നു. കാച്ച പ്ലാന്റുകളാണ്. ഇതിന്റെ ഒരു 5 കളറും ഉണ്ട്. ഗ്രൂമി ചാമ്പിന്റെ ഒരു 4 കളറുണ്ട്. ഗ്രൂമി ചാമ്പിന്റെ യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്, റെഡ് ഇങ്ങനെ ഒരു 4 തരം പ്ലാന്റ് ഗ്രൂമി ചാമ്പ് നമ്മൾ 4 നമ്മുടെ അവൈലബിൾ ആണോ? അതെ, 4ഉം കാച്ചത് വേണം. മാംഗോസ്റ്റ് ചെറിയ പ്ലാന്റുകൾ, മാംഗോസ്റ്റും വലിയ പ്ലാന്റുകൾ കാച്ചതൊക്കെ അവിടെയാണ്, അവിടെ തന്നെ നഴ്സറിയില്ല. ഇവിടെ കുറവാണ്. ഇവിടെ ചെറുതാ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ബ്ലാക്ക് ചെറുപ്പട്ട, അത് പിന്നെ പഴം മുകളില കാണില്ല. ഇതിന്റെ ഉള്ളിൽ കിടക്കണൊക്കെ നമുക്ക് നാൻഡോക്മൈന്റെ പ്ലാന്റുകളാണ്. നാൻഡോക്മൈ പർപ്പിൾ കളറിന്റെ പ്ലാന്റുകളാണ്. നാൻഡോക്മൈ പല കളറിലും ഉണ്ട്. നാൻഡോക്മൈ പർപ്പിൾ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. നാൻഡോക്മൈ ഗോൾഡ്, ഗ്രീന്, പർപ്പിൾ ഉണ്ട്. ഈ 3 വെറൈറ്റി എടുത്തുണ്ട്. അത് ഇവിടെ അല്ല, 3 തരത്തിലാണ് ഇറക്കണം. ഇത് നമുക്ക് പർപ്പിൾ ആണ്. ഈ കാണുന്നൊക്കെ പർപ്പിൾ ആണ്. ചെറിയ ബാഗ് ഒന്നും ഇല്ല, ഒക്കെ വലിയ ബാഗാണ്. അതാണ് ഒരു കാര്യം. ഒരു 25-30
25-30 സൈസ് കവറിലാണ് വെച്ചിട്ടുള്ളത്. കവറിലാണ് എല്ലാം എല്ലാം നമ്മൾ കായ്പിക്കാൻ വേണ്ടി നടണതല്ലേ. ഇവിടെ കായ്പിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അവക്കാടോ ഇതാ. അവക്കാടോ വന്നിട്ടുണ്ട്, ഫ്രൂട്ട് വന്നിട്ടുണ്ട്. കണ്ടോ അവക്കാടോ. ഇതാ അവക്കാടോ. ഇവിടെ ഉണ്ട്. ഇതാ എടുക്കണം അവക്കാടോ. ചെറിയ ഇതാ എടുക്കണം. ഇതിന്റെ തൈകൾ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് വേറെ? നിറയുണ്ട്. അതാ അവക്കാടോ കഴിഞ്ഞു കേട്ടോ. അതാ മേലെ അതിപ്പോ ഞാൻ പറിച്ചു കഴിഞ്ഞതാ അവക്കാടോ. അപ്പൊ ഇതിന് നിറയെ ഉണ്ടായിരുന്നു. ഇതാ ഇല്ല, ഇതിലൊരു 10-25 ഉണ്ടായിരുന്നു. അതില് പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ പൂത്ത് വരുന്നുള്ളൂ, പൂക്കുന്നുള്ളൂ. അടുത്ത ഈ മാസം പൂക്കും. ഈ മാസം കുറച്ചൊക്കെ പൂത്ത് വരുന്നുണ്ട്. പിന്നെ ഈ മാസം ഫുള്ള് പൂക്കുള്ളൂ. ഇത് മഴക്കാലത്ത് പിടിച്ചതാ. അതെ, ഇതിന്റെ ഉള്ളിൽ കിടക്കണൊക്കെ നാൻഡോക്കുമൈ ഗോൾഡിന്റെ ചെടികളാണ്. ഇതിന്റെ ഉള്ളിൽ കിടക്കണൊക്കെ നാൻഡോക്കുമൈ ഗോൾഡ്. ഇതിന്റെ ഉള്ളിൽ ഇതെങ്ങനെ കിടക്കണതെല്ലാം അതന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ കിടക്കണതൊക്കെ അതന്നെയാണ്. ഈ വലിയ പ്ലാന്റ് ഒക്കെ എല്ലാം നാൻഡോക്കുമൈന്റെ ഗോൾഡ് ആണ്. ഇത് മാത്രം ഒരു നാൻഡോക്കുമൈ പർപ്പിൾ വരും. ഈ അറ്റത്ത് ഇവിടെ നിങ്ങളുടെ ഒക്കെ നാൻഡോക്കുമൈ പർപ്പിളാ. പർപ്പിൾ ഉണ്ട്. അത് അവിടെ ഇടാൻ സ്ഥലമില്ലാത്ത കാരണം ഇങ്ങോട്ട് മാറ്റിയതാ. ഇവിടെയൊക്കെ നമ്മളിപ്പോ ഗോൾഡിന്റെ ചെടികൾ അതിന്റെ ഉള്ളിലൊക്കെ താഴത്തെ എടുത്താൽ അതിന്റെ ഉള്ളിലൊക്കെ നാൻഡോക്കുമൈന്റെ ഗോൾഡിന്റെ ചെടികളാണ് കിടക്കണം. ഗോൾഡ് ശരിക്കും നാൻഡോക്ക് ഗോൾഡൻ കളറായിട്ട് വരുന്നതൊന്നല്ല ഈ മാങ്ങ. ശരിക്കും ഇത് ഗോൾഡ് ആട്ടോ. അറ്റം വരെ കിടക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് നാംഡോക്ക് ഗോൾഡിന്റെ മാവുകളാണ്. നാംഡോക്കുമായി ഗ്രീൻ ആണ് കാണിക്കുന്നത്. വലിയ പ്ലാന്റുകളാണ്. കടവണ്ണൊക്കെ കണ്ടോ, അടിപൊളി വലിയ കവർ വെച്ചിട്ടുള്ള സൂപ്പർ മരങ്ങൾ. ഇതിന്റെ ഉള്ളിൽ കിടക്കണോ അതന്നെയാണ്. ഇതൊക്കെ നാംഡോക്കുമായി ഗ്രീൻ ഇതിന്റെ ഉള്ളിൽ കിടക്കാം. അതിപ്പോ സീറ്റ് ലൂബി എല്ലാം കലർത്തി വെച്ച് കിടക്കാം. സ്ഥലം സീറ്റ് ലൂബി എല്ലാം കലർത്തി ഇട്ട് കിടക്കണം. ഇവിടെ വലിയൊരു സംഭവം തന്നെ അവിടെയൊക്കെ ഉണ്ട്. സ്വീറ്റ് ലൂബി അല്ലത്. ഇതില് ഫ്ലവറും ഫ്രൂട്ടും അതെല്ലാം ഒരു 2 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അതന്നെയാണല്ലോ. ഇതൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ പലയിടത്തും ഉണ്ട്. ഈ സീറ്റ് ലൂബി ഇതിന്റെ ഉള്ളിൽ തന്നെ പലയിടത്തും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ചെടികളുടെ വളർത്താൻ വിട്ട ചെടികളുടെ മാവിന്റെ ഇടയിൽ കൂടെ വിടുന്നതാ. അല്ലാണ്ട് ഇത് തനി വെക്കാനുള്ള സ്ഥല സൗകര്യം ഇവിടെ കുറവാണ്. ആളുകൾക്ക് ഇവിടെ വന്നെടുക്കേണ്ടി വരും അല്ലേ? അതെ, നമ്മൾ ഹൈവേ സപ്ലൈ ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? ഇത് നേരെ ആലത്തൂർ വരെ 2 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഈ നഴ്സറികൾ കിടക്കുന്നുണ്ടോ. ഒന്ന് തോണിപ്പാടം ഏറ്റവും ലാസ്റ്റ്, പാലക്കാട് ഡിസ്ട്രിക്ട് ആലത്തൂർ തോണിപ്പാടം. അത് വിട്ട് കഴിഞ്ഞ് നമുക്ക് ആറാപ്പുഴ, ആലത്തൂരിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ആറാപ്പുഴ പറഞ്ഞ സ്ഥലത്തുമുണ്ട്. 2 കിലോമീറ്റർ വ്യത്യാസത്തില് ആലത്തൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ വ്യത്യാസത്തിലുണ്ട്. ഇത് ആലത്തൂർ ടൗൺ എന്ന് ഈ നഴ്സറി കിടക്കുന്നത് 4 കിലോമീറ്റർ മാറിയിട്ടാണ്, 4.5 കിലോമീറ്റർ മാറിയിട്ടാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടാത്ത പ്ലാന്റുകൾ ഉണ്ടാവില്ല. എല്ലാ പ്ലാന്റുകളും ഉണ്ട്. എല്ലാ പ്ലാന്റുകളും നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, കൊടുക്കാനുണ്ട്. നമ്മൾ ആലത്തൂര് ഫ്രൂട്ട് പ്ലാന്റ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഫ്രൂട്ട് പ്ലാന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ലൊക്കേഷൻ കിട്ടും. അവക്കാടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ അവക്കാടോ നമ്മൾ വെഡ് ചെയ്ത് വെച്ചതാ. അതിനുള്ളിൽ കിടക്കണം. മോള് ഭാഗത്തും ഉണ്ട് അവക്കാടോ. മോള് ഭാഗത്തും ഉണ്ട്. അവക്കാടോന്റെ നല്ല പ്ലാന്റുകൾ ഉണ്ട്. ട്രോപ്പിക്കൽ അവക്കാടോയാണ്. ജയന്റ് ഐവറി ഇതല്ല. ഇതൊക്കെ ജയന്റ് ഐവറി പ്ലാന്റുകളാട്ടോ. ഇതൊക്കെ ജയന്റ് ഐവറിന്റെ പ്ലാന്റുകളാണ്. നല്ല പ്ലാന്റുകളാണ് അതൊക്കെ. ഇതൊക്കെ മിയാസാക്കി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളതെല്ലാം മിയാസാക്കിന്റെ പ്ലാന്റുകൾ. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ കിടക്കണൊക്കെ. ഇതൊക്കെ ചെറി ഇത് പച്ച വരുമ്പോ അറിയണല്ലോ കായോ. അവിടെയൊക്കെ ഉണ്ടാകും. ഇതെന്താ കായ്? അത് പച്ച വരുമ്പോ അറിയണല്ലോ. അതില് കായ് ഉണ്ടാവും. ശരിക്കും പഴുക്കുമ്പോഴേ നിറവ്യത്യാസം അറിയുള്ളൂ. പച്ചക്ക് ഇതെന്താ അതിന്റെ ഉള്ളിലൊക്കെ മോള് ഭാഗത്തൊക്കെ നിറയെ കായ കിടക്കണം. ഇത് ടേസ്റ്റുള്ള സാധനം. ഒരു ലേറ്റ് ആയിട്ട് ചെറിയ ഗ്രാൻഡ് ചെറിയൊരു പുളി വരും ലേറ്റ് ആയിട്ട്. പക്ഷെ അത് അത്ര അറിയണില്ല. എന്നുവെച്ചാൽ ചവയ്ക്കാനില്ല, അലിഞ്ഞു പോവും നാവിലിട്ട് കഴിഞ്ഞാൽ. അങ്ങനെയാണ്. ചെറിയ ബിരിയാണി നിറയെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ കളറിലും കയറി പച്ച നിറത്തിൽ നമുക്ക് പച്ചയാകുമ്പോൾ പെട്ടെന്ന് പുറത്തും കിട്ടണില്ല. ഇതിന്റെ പ്ലാന്റുകൾ ഒരുപാടുണ്ടോ? ഇതൊക്കെ തന്നെ ഒരു ഓർണമെന്റ് പ്ലാന്റും വെക്കാം, പഴവും കഴിക്കാം. രണ്ടും ആയിട്ട് കിട്ടുന്ന ചെടികളത്. ഇത് രംഗട പറഞ്ഞൊരു പറയിട്ട് ചെറിയ മാങ്ങ. ഇതെന്നാ ഇത് നമ്മൾക്ക് അവക്കാടോന്റെ ചെടിയാണ്. ഇതൊക്കെ ഇതും ജയന്റ് ഐവറി തന്നെ കേട്ടോ. അതൊക്കെ ജയന്റ് ഐവറിന്റെ നല്ല പ്ലാന്റ് ഉണ്ടോ? നല്ല പ്രായമായിട്ടുള്ള മരങ്ങളാണ് അതൊക്കെ. ഇതിന്റെ ഉള്ളിലെല്ലാം നമുക്ക് നാൻഡോക്കുമൈന്റെ പ്ലാന്റും ഉണ്ട്, ബനാന്റെ പ്ലാന്റും ഉണ്ട്.
ബനാനിന്റെ നമുക്ക് 3 കളർ ഉണ്ട്. അത് ഞാൻ നമ്മൾ അവിടെ തെളിയിക്കാം. 3 കളർ ഇല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ നമ്മളവിടെ കാച്ചു നിൽക്കണം, അവിടുത്തെ നഴ്സറി കാച്ചു നിൽക്കുന്നുണ്ട്. പർപ്പിൾ പറഞ്ഞ ഫുള്ള് പർപ്പിൾ വരില്ല, ഒരു മീഡിയം സൈസ് പർപ്പിൾ വരുന്നത്. അതാണ് നമുക്ക് അവിടുത്തെ നഴ്സറിയിലുള്ളത്. ഇതൊക്കെ നമുക്ക് ബനാനിന്റെ പ്ലാന്റുകൾ. അതൊക്കെ ബനാന മാങ്കോട്ടേക്കാണ്. ഇതെല്ലാം പർപ്പിൾ ഇല്ലാന്ന് എന്റെ കഴിഞ്ഞ നിന്റെ ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞു. അയാൾ പറഞ്ഞത് ഒരു മോശം വാക്കാണ്. മോശം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലാത്ത ഒരു തറ വർത്താനമാണ് അയാൾ പറഞ്ഞത് നമ്മളോട്, നിന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടത്. അപ്പൊ അത് അയാൾ എന്തോ പറഞ്ഞു വെക്കോട്ടെ, നമ്മൾ നോക്കണ്ട. അയാളെ പോലെ നമ്മൾ ആകാൻ പാടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊക്കെ ബനാനിന്റെ പ്ലാന്റുകൾ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കണത് അത് തന്നെയാണ്. ബനാന മാങ്കോ അടിപൊളിയായിട്ട് ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ പ്ലാന്റുകളുണ്ട്. സൂപ്പർ പ്ലാന്റുകളാണ് ബനാന മാങ്കോ. ഐവറി, മറ്റേ റെഡ് ഐവറി. ഇതിന്റെ ഉള്ളിൽ കിടക്കണതെല്ലാം റെഡ് ഐവറിന് പ്ലാന്റുകൾ. അത് പൂത്തിട്ട് കായ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാശ് നിൽക്കുന്നത് തന്നെയാണോ? അല്ലല്ല, അത് കൊളംബോ മാവുകളാണ്. ഇതാണ് ഐവറിയുള്ള മറ്റേ റെഡ് ഐവറി. കാശ് നിൽക്കുന്നുണ്ട്, പിന്ത് വന്നുകൊണ്ടിരിക്കും. അതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ കായ വരുന്നു. ഇതിന്റെ ഉള്ളിൽ കിടക്കണൊക്കെ അത് തന്നെയാണ്, റെഡ് ഐവറിന്റെ പ്ലാന്റുകൾ തന്നെയാണ്. ഇതെല്ലാം അത്യാവശ്യം നല്ല കടവണ്ണമുള്ള പ്ലാന്റുകൾ. ഇതൊക്കെ ഇത് ഫ്രൂട്ട് ഞാൻ പറിച്ചു കഴിഞ്ഞു. ലോങ്കന്റെ മറ്റേ ഇതാണ് 4 സീസൺ ലോങ്കൻ. അതാ 4 സീസൺ ലോങ്ക. അടുത്ത പിന്ത് വരുന്നുണ്ടോ? അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലാന്റ്. പല പ്രാവശ്യമായിട്ട് കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണിത്, ഒരു പ്ലാന്റ് ആട്ടത് 4 സീസൺ ലോങ്. ഇതിന്റെ തൈകൾ നമ്മൾ എടുത്തില്ലേ? ചെറുതൊന്നും ഇല്ല കേട്ടോ, വലുത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം റംബുട്ടാന്റെ N18 ചെറിയ റംബുട്ടാൻ N18. ഇതെന്താ ഈ ലീഫ് ഇങ്ങനെ? പാലക്കാട് മേലെ ചൂട് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾക്ക് ഇല കരിയും. പക്ഷെ അത് ഈ മഴ പെയ്യാന്ന് പറഞ്ഞാൽ പുതിയ തുളിര് വരും. കായ് പിടിക്കണതിന് ഒരു കംപ്ലൈന്റും ഇല്ല. കായ് പിടിച്ചു വരുന്നുണ്ട്. അപ്പൊ കായ് പിടുത്തത്തിനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല. ഇല കരിയും, പക്ഷെ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി മൊത്തം തുളിര് കയറി വരും. ഫ്രൂട്ട് വരുന്നതിനൊന്നും ബാധിക്കില്ല, ഒറ്റ ബാധകവും ഇല്ല. പാലക്കാട് 10, 30, 38 ഡിഗ്രി, 35 ചൂട് ഉള്ള സ്ഥലം. 38, 40 വരെ വരും. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കുമോ? വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കായ് കൊഴിഞ്ഞു പോയില്ലേ? വെള്ളം ഒഴിക്കാൻ പാടില്ല. അല്ല, വെള്ളം ഒഴിച്ചാൽ കായ് കൊഴിഞ്ഞു പോകും. അതൊക്കെ നമുക്ക് തായ് ജംബോ സപ്പോർട്ട്. അതൊക്കെ തായ് ജംബോ സപ്പോർട്ടാ. അതിനുള്ളിൽ കിടക്കണമെല്ലാം തായ് ജംബോ. അതിനുള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. തായ് ജംബോ സപ്പോർട്ടിന്റെ പ്ലാന്റുകളാണ്. തായ് ജംബോ ഉണ്ട്, തായ് കിങ്ങും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇതില് ഫ്രൂട്ട് വന്നിട്ടുള്ള? അല്ല, അതെല്ലാം ഫ്രൂട്ട് വന്നതാ. ഇതൊക്കെ ഫ്രൂട്ട് വന്നോണ്ടിരിക്കുന്നതാ. നല്ല ഹെവി പ്ലാന്റുകളാട്ടോ ഇതൊക്കെ. നല്ല ബുഷ് തൈകൾ. അപ്പുറത്തേക്കും തായ് ജംബോ അപ്പുറത്തുണ്ട്. ഇത് തായ് കിങ് ആണ്, അത് അപ്പുറത്ത് തായ് ജംബോ സപ്പോർട്ട് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് മൂസമ്പിയ. ഇതേത് മൂസമ്പിയാ? ഇത് നമുക്ക് ഒരു 5 തരം മൂസമ്പി ഉണ്ട് ഇതില്. നമ്മൾ ഓൾ സീസൺ കഴിക്കുന്ന മൂസമ്പി ഉണ്ട്, ഇന്ത്യൻ മൂസമ്പി ഉണ്ട്, വിയറ്റ്നാം മാൾട്ടയില് 2 ടൈപ്പ് ഉണ്ട്. വിയറ്റ്നാം മാൾട്ടയിൽ ഓൾ സീസൺ കഴിക്കുന്നതുകൊണ്ട് ഓൾ സീസൺ കായ്ക്കാത്തതുണ്ട്. വിയറ്റ്നാം മാൾട്ടയിൽ വിയറ്റ്നാം മാൾട്ട എല്ലാം വിയറ്റ്നാം മാൾട്ട തന്നെ പറയണത്, പക്ഷെ 2 ടൈപ്പ് വിയറ്റ്നാം മാൾട്ടയിൽ വരുന്നുണ്ട്. കായും പൂക്കളും വന്നുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാം മാൾട്ടയുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കായ്പ്പിക്കണം. ഇതൊക്കെ ചെറിയ ചെടി കൊണ്ടുവരും. ഇതൊക്കെ അതാണ് ചെറിയ ചെടി കൊണ്ടുവന്നിട്ട് കായ്പ്പിക്കണതാണ്. ഇതാണ് പൂക്കൾ കയറി വരുന്നുണ്ടല്ലോ. ഇതൊക്കെ മുട്ട കയറി വരും. ഇതാ മുട്ട കയറി വരണം. ഈ ചെറിയ മരത്തിലാണ്. ഇതെല്ലാം ഇന്ത്യൻ മൂസപ്പി തന്നെയാണ്. ഇതൊക്കെ ഇപ്പോൾ വലുതായി വരണുള്ളൂ. ചെറിയ ചെറിയ പിന്താണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ വലുതായി വരണുള്ളൂ. ഇതൊക്കെ ഇന്ത്യൻ മൂസമ്പി. ഇന്ത്യൻ മൂസമ്പി നല്ല നീരാണ്, നല്ല മധുരമാണ്. അത്യാവശ്യം മധുരമുണ്ട്, നല്ല നീരുമുണ്ട്. ഇതൊക്കെ തന്നെ. ഇതെല്ലാം നമ്മൾ ഇവിടെ വന്ന് കായ്പിച്ച് കൊടുക്കുന്ന അല്ലേ? ഇതുണ്ട്. ഇതിന്റെ അടിയിലെല്ലാം കായകൾ ഇറക്കാം. എല്ലാ പ്ലാന്റിലും കാശ് നിൽക്കുന്നത് അതെല്ലാം. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ വിയറ്റ്നാം മൂസമ്പി. അടിപൊളിയാണ് വിയറ്റ്നാം മൂസമ്പി. ഇതെല്ലാം ഇത് ഇന്ത്യൻ മൂസമ്പിയ. അതാ ഇന്ത്യൻ മൂസമ്പി. ഈ മരം കണ്ടോ? കാശ് നിൽക്കുന്ന ഇന്ത്യൻ മൂസമ്പി ഉണ്ട്. എല്ലാ വെറൈറ്റി മൂസമ്പികളും. ഇതൊക്കെ ഇന്ത്യൻ മൂസമ്പി. ഇതെല്ലാം ഇടകാലിന് വെക്കുന്നതാണ്. എന്താ കാരണം നമുക്ക് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് എല്ലാ ഇടകാലിന് വരുന്നതാണ്. അപ്പൊ മൂസമ്പി ഐറ്റംസ് എല്ലാ വെറൈറ്റീസും വരണ്ടേ? റെഡ് പമ്മിലോ ഉള്ളും പുറവും റെഡായി വരിക പഴുക്കുമ്പോൾ. ഇത് വലിയ 1 കിലോനോളം വരും വലിപ്പം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മധുരമുണ്ട്, അത്യാവശ്യം മധുരമുണ്ട്. നമുക്ക് മറ്റേ പമ്പിലോ പോലെയല്ല, മറ്റേ ഇതുപോലെയല്ല. ഇതെല്ലാം എല്ലാ മാൾട്ടയാണ്. ഇതൊക്കെ എല്ലാ കളറിലും വരും. ഇതിലെല്ലാം കായുണ്ട്.
ഇതൊക്കെ മുസംബി പെട്ടതല്ലേ? ഇതെല്ലാം അങ്ങനെ പറഞ്ഞു 4 തരം മൂസമ്പി എന്ന് പറഞ്ഞു. അത് കളർ കണ്ട കളർ ആ യെല്ലോ കളറായി വരുന്നത്. അപ്പൊ ഒന്നുകൂടി സൈസ് ആയിട്ട് വരുന്നത്. അതെ, ഇതെല്ലാം നമുക്ക് ഓറഞ്ച് അത് പിടിച്ചു കിടക്കണം. അവിടെയൊക്കെ ഓറഞ്ച് ഉണ്ട്. ഇത് ഓറഞ്ച് പിടിച്ചു. നമ്മളടുത്ത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടല്ലോ ഇതില്ലേ? ഒരുപാടുണ്ട്. ഇത് ഓറഞ്ചിന്റെ ഐറ്റങ്ങളാ. ഇതൊക്കെ ഓറഞ്ചാണ്. ചെറിയൊരു പിന്തുകൾ കേട്ടോ. അതെ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നല്ല മധുരമുള്ള, നല്ല നീരും നല്ല മധുരം. നമുക്ക് ഓറഞ്ചിനെയും വെച്ചിട്ട് മധുരം കൂടുതൽ കിട്ടുന്ന ഇവിടെ മോസമ്പിയാണ്. ഓറഞ്ചിനെയും വെച്ച് മധുരം കൂടുതൽ കിട്ടുന്ന മോസമ്പിയാണ്. പക്ഷെ ഓറഞ്ച് നമുക്ക് 2-3 തരം ഉണ്ട് ഇവിടെ. നമ്മൾ നിലത്ത് നട്ടതുകൊണ്ട് കൊടുക്കാനുള്ളൂ. പക്ഷെ ഫസ്റ്റിലെ ഏഴിലൊക്കെ ചെറിയൊരു പുളി വരും. അത് കഴിഞ്ഞ രണ്ടാമത്തെ ഏഴിലൊക്കെ പുളി കുറഞ്ഞു വരുവാണ്. നല്ല മധുരം. ഒരുവിധം മധുരം കിട്ടുള്ളൂ ഇവിടെ. ഓവർ മധുരം കിട്ടില്ല. ബ്രൂണൈ കിങ്ങാണ്. അതിന്റെ അപ്പുറത്തുള്ള യുവാൻ ഉണ്ട്. ബ്രൂണൈ കിങ് ഇതിനുള്ളിൽ കിടക്കണൊക്കെ അത് തന്നെയാണ്. യുവാനും ബ്രൂണൈ കിങ്ങൊക്കെ ഇതൊക്കെ ബ്രൂണൈ കിങ്ങ. നാംഡോക്കുമായിന്റെ മാവില് നാംഡോക്ക് മാങ്ങ കാഴ്ചക്കുന്നുണ്ടോ? നല്ല വൃത്തിയിൽ ഒരു കേടും പോറലൊന്നും ഇല്ലാണ്ട്. ഇതിന്റെ കടവണ്ണം കണ്ടോ? പ്രായമായിട്ടുള്ള മരങ്ങളാണ്. വലിയ കവറി വെച്ചിട്ടുള്ള ബുഷ് മരം, കാഴ്ചകൊണ്ട് നിൽക്കുന്ന മരങ്ങളാണ്. കാണുന്നില്ല, ലീഫും മാങ്ങയൊക്കെ ഒരേ നിറയതുകൊണ്ട്. ഇതാ നാംഡോക്ക് ഇതവിടെ താഴെ തൂങ്ങി കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ആലത്തൂർ ഫ്രൂട്ട്സ് പ്ലാന്റ് നഴ്സറി ആട്ടോ, പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. മാവുകളാണെങ്കിലും പ്ലാവുകളാണെങ്കിലും എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഫ്രൂട്ട്സ് പ്ലാന്റ്സിൽ എന്തെല്ലാം കിട്ടുമോ അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതും നല്ല ഹെവി പ്ലാന്റുകളുണ്ട്. എല്ലാത്തിലും ഫ്ലവറും ഫ്രൂട്ട്സും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവിടെ വന്നെടുക്കണം, ഡെലിവറി സംവിധാനമില്ല. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ വീഡിയോയിൽ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.